പുതിയ എഞ്ചിൻ, പുതിയ എക്സോസ്റ്റ് ആൻഡ് പുതിയ എക്സോസ്റ്റ് നോട്ട്. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഹിമാലയൻ്റെ ആ ഒരു തമ്പ് സൗണ്ടൊക്കെ മാറിയിട്ട് വേറൊരു സൗണ്ടിലേക്ക് പോയിരിക്കുകയാണ് പുതിയ ഹിമാലയൻ 450-ൽ. ലൗഡാണോ എന്ന് ചോദിച്ചാൽ ലൗഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എക്സോസ്റ്റ് സൗണ്ടിനേക്കാളും എനിക്ക് ഈ ഒരു എഞ്ചിൻ്റെ നോയ്സാണ് ലൗഡായിട്ട് തോന്നുന്നത്. ഓടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു പുതിയ എയർ ബോക്സിൻ്റെ സൗണ്ട്, അതായത് ക്വിക്ക് ഓപ്പൺ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്തേക്ക് ഒരു ഹൗളിംഗ് സൗണ്ട് ഇങ്ങനെ വലിച്ചു കയറ്റുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ ഒരു വാഹനം ഓടിക്കാൻ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. ആക്ച്വലി നല്ല ഒരു സ്പോർട്ടി കൈൻഡ് ഓഫ് ഫീൽ നമുക്ക് തോന്നും. പിന്നെയും കൈ കൊടുക്കാൻ തോന്നും. സോ അതെനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ഒരു എഞ്ചിൻ്റെ നോയ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നിർത്തിയിട്ടിട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് അത് കൂടുതൽ കേൾക്കുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതൊരു വലിയ സൗണ്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല. മൊത്തത്തിൽ ഈ ഒരു ഇൻടേക്കിൻ്റെയും എക്സോസ്റ്റിൻ്റെയും എല്ലാം കൂടെ ചേർന്നിട്ട് അത് മൈനസ് ഔട്ട് ചെയ്ത് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതെന്ന് പറഞ്ഞേക്കെ. ഈ കേട്ട എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ പഴയ ഹിമാലയൻ്റെ ആയിരുന്നോ ബെറ്റർ എന്നുള്ളത്, ആർക്കാണ് ഫാൻസ് കൂടുതൽ നമുക്ക് നോക്കാം. അതുപോലെ പുതിയ ഹിമാലയൻ 450 ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ആ ഒരു ടാപ്പ് നോയ്സ് കൂടുതലായിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.